നമസ്കാരം. അമേരിക്കയുടെ അതിശക്തമായ ആണവായുധ ശേഖരത്തിൻ്റെ സുരക്ഷയും ഗവേഷണങ്ങളും കൈകാര്യം ചെയ്യുന്ന അതീവ സുരക്ഷാ ഫെഡറൽ സംവിധാനമായ ലോസ് ആലമോസ് നാഷണൽ ലബോറട്ടറിയിൽ നിന്നുള്ള ജീവനക്കാരുടെയും ശാസ്ത്രജ്ഞരുടെയും നിഗൂഢമായ തിരോധാനങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ബഹിരാകാശ ആണവ ഗവേഷണ രംഗങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന നിരവധി പ്രമുഖരാണ് അമേരിക്കയിൽ നിന്ന് ഒന്നുകിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുകയോ അല്ലെങ്കിൽ യാതൊരു സൂചനയും അവശേഷിപ്പിക്കാതെ അപ്രത്യക്ഷരാവുകയോ ചെയ്തിട്ടുള്ളത്. ഈ പരമ്പരയിലെ ഏറ്റവും പുതിയതും ഞെട്ടിക്കുന്നതുമായ ഒരു വാർത്തയാണ് ന്യൂക്ലിയർ ലാബിലെ മുൻ ജീവനക്കാരിയായ മെലിസ കാസിയസ് എന്ന 54-കാരിയുടെ മൃതദേഹം കണ്ടെത്തിയ സംഭവം. ന്യൂ മെക്സിക്കോയിലെ കാർസൺ നാഷണൽ ഫോറസ്റ്റിലെ മഗ്ഗാഫി റിഡ്ജ് മേഖലയിലാണ് 11 മാസത്തെ അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ മെലിസയുടെ ശരീരാവശിഷ്ടങ്ങൾ ന്യൂ മെക്സിക്കോ സ്റ്റേറ്റ് പോലീസ് കണ്ടെത്തുന്നത്. അമേരിക്കൻ ഫോറസ്റ്റ് സർവീസിൻ്റെ വലിയൊരു പുനരുദ്ധാരണ പദ്ധതി നടന്നു വരുന്ന വനമേഖലയിൽ ഒരു കാൽനട യാത്രക്കാരനാണ് മൃതദേഹം ആദ്യം കാണുന്നത്. മെലിസയെ അവസാനമായി കണ്ട സ്ഥലത്തു നിന്നും ഏകദേശം 6 മൈൽ അകലെയായിരുന്നു ഈ പ്രദേശം. ഏറ്റവും ദുരൂഹമായ കാര്യം, മൃതദേഹത്തിന് തൊട്ടരികിൽ നിന്നും ഒരു ഹാൻഡ് ഗൺ അഥവാ ചെറു തോക്ക് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ഈ ആയുധം മെലിസയുടേതാണോ അതോ മറ്റാരുടേതെങ്കിലും ആണോ എന്ന് കണ്ടെത്താനും ഇതിൻ്റെ ഉറവിടം കണ്ടെത്താനുമുള്ള ഊർജിതമായ ശ്രമത്തിലാണ് അന്വേഷണ സംഘം. മരണകാരണവും ഏത് സമയത്താണ് മരണം സംഭവിച്ചതെന്നും കൃത്യമായി സ്ഥിരീകരിക്കാൻ ന്യൂ മെക്സിക്കോയിലെ ഓഫീസ് ഓഫ് ദി മെഡിക്കൽ ഇൻവെസ്റ്റിഗേറ്ററുടെ വിശദമായ പരിശോധനാ ഫലങ്ങൾക്കായി കാത്തിരിക്കുകയാണ് അധികൃതർ. ലോസ് ആലമോസ് നാഷണൽ ലബോറട്ടറിയിൽ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻ്റായി ജോലി നോക്കിയിരുന്ന മെലിസ കാസിയസിന് സാധാരണക്കാരായ ജീവനക്കാരേക്കാൾ ഉയർന്ന തോതിലുള്ള ആഭ്യന്തര വിവരങ്ങളിലേക്ക് പ്രവേശനമുണ്ടായിരുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ലാബിലെ ആഭ്യന്തര വിവരങ്ങൾ, ജീവനക്കാരുടെ കൃത്യമായ ഷെഡ്യൂളുകൾ, ക്യാമ്പസ് ലോജിസ്റ്റിക്സ് തുടങ്ങിയ അതീവ തന്ത്രപ്രധാനമായ രേഖകൾ മെലിസ കൈകാര്യം ചെയ്തിരുന്നു. മെലിസയുടെ ഭർത്താവ് മാർക്ക് കാസിയസും ഇതേ ആണവ ഗവേഷണ കേന്ദ്രത്തിലെ ജീവനക്കാരനായിരുന്നു. കഴിഞ്ഞ ജൂൺ മാസത്തിലെ ഒരു പുലർച്ചെ ഭർത്താവിനെ ലാബിൽ കൊണ്ടുവിട്ട ശേഷമാണ് മെലിസ അപ്രത്യക്ഷയാകുന്നത്. വീട്ടിൽ തിരിച്ചെത്തിയ അവർ തങ്ങളുടെ മൊബൈൽ ഫോണുകളിലെ മുഴുവൻ ഡാറ്റയും പൂർണ്ണമായി മായ്ച്ചു കളഞ്ഞ ശേഷം ഫോണുകൾ വീട്ടിൽ തന്നെ ഉപേക്ഷിച്ചാണ് ഇറങ്ങിപ്പോയത്. ഇതേ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നതിനാൽ രാജ്യത്തിൻ്റെ ആണവ പ്രതിരോധ സാങ്കേതിക വിദ്യകളുമായി ബന്ധപ്പെട്ട പല സുപ്രധാന വിവരങ്ങളും ഇവർക്ക് അറിയാമായിരുന്നു. എന്നാൽ കാണാതാകുന്നതിന് തൊട്ട് മുൻപ് മെലിസയ്ക്ക് ചില വ്യക്തിപരമായ സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടായിരുന്നതായും ഇതിൻ്റെ പേരിൽ അവർക്ക് ലാബിലുണ്ടായിരുന്ന ഉയർന്ന സുരക്ഷാ അനുമതി നഷ്ടപ്പെട്ടിരുന്നതായും ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഈ സാമ്പത്തിക പശ്ചാത്തലവും അവരുടെ പെട്ടെന്നുള്ള തിരോധാനവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നതും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അമേരിക്കയിൽ കഴിഞ്ഞ കുറച്ചു കാലമായി ദുരൂഹ സാഹചര്യത്തിൽ കാണാതാവുകയോ മരിക്കുകയോ ചെയ്ത പ്രമുഖരായ 11ഓളം ശാസ്ത്രജ്ഞരുടെ പട്ടികയിലാണ് ഇപ്പോൾ മെലിസ കാസിയസും ഉൾപ്പെട്ടിരിക്കുന്നത്. അവർ കാണാതായ ദിവസത്തെ സംഭവങ്ങളെക്കുറിച്ച് ഭർത്താവ് മാർക്ക് കാസിയസ് പോലീസിന് നൽകിയ മൊഴിയിൽ ചില വൈരുദ്ധ്യങ്ങൾ പ്രകടമാണ്. അന്ന് രാവിലെ ഭർത്താവിനെ ഓഫീസിൽ എത്തിച്ച ശേഷം ആണവ ലാബിൽ പ്രവേശിക്കാൻ ആവശ്യമായ തിരിച്ചറിയൽ ബാഡ്ജ് വീട്ടിൽ വെച്ചു മറന്നു എന്ന് പറഞ്ഞാണ് മെലിസ തിരികെ പോകുന്നത്. എന്നാൽ ആദ്യത്തെ പ്രധാന സുരക്ഷാ ചെക്ക് പോയിന്റുകൾ മറികടക്കാൻ ഈ ബാഡ്ജ് ആവശ്യമായതിനാൽ അത് മെലിസയുടെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് മാർക്ക് ഉറപ്പിച്ച് പറയുന്നത്. പിന്നീട് അന്ന് ഉച്ചയ്ക്ക് പ്രാദേശിക സമയം 2:20 മെലിസയെ അവരുടെ വീട്ടിൽ നിന്ന് 3 മൈൽ അകലെയുള്ള സ്റ്റേറ്റ് റോഡ് 518 കിഴക്കോട്ട് ഒറ്റയ്ക്ക് നടന്നു പോകുന്ന നിലയിൽ അവസാനമായി നാട്ടുകാർ കാണുകയും ചെയ്തു. ലോസ് ആലമോസ് ലാബിൽ നിന്നും കാണാതാകുന്ന ഏക വ്യക്തി മെലിസയല്ല എന്നതാണ് ഈ കേസിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. ഇതേ ലബോറട്ടറിയിലെ മെലിസയുടെ സഹപ്രവർത്തകനായിരുന്ന 79-കാരനായ ആൻ്റണി ചാവേഴ്സ് എന്ന ശാസ്ത്രജ്ഞനും യാതൊരു സൂചനയും ബാക്കി വെക്കാതെയാണ് അപ്രത്യക്ഷനായത്. കഴിഞ്ഞ വർഷം മെയ് 4-നായിരുന്നു അദ്ദേഹം തൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ഇതിന് പിന്നാലെ ഇതേ ലാബിലെ മറ്റൊരു മുതിർന്ന ശാസ്ത്രജ്ഞനായ സ്റ്റീവൻ ഗാർഷിയും കാണാതായി. ഒരു വർഷത്തിനിടയിൽ ഒരേ ആണവ കേന്ദ്രത്തിലെ 3 പ്രമുഖർ ഇത്തരത്തിൽ അപ്രത്യക്ഷരായത് അമേരിക്കൻ ഇൻ്റലിജൻസ് ഏജൻസികളെപ്പോലും പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. അമേരിക്കയിലെ ശാസ്ത്രലോകത്തെ നടുക്കിയ ഈ തിരോധാന പരമ്പരകളുടെ തുടക്കം വ്യോമസേനയിലെ വിരമിച്ച ജനറൽ വില്യം നീൽ മാക്ലാൻഡിൻ്റെ അപ്രത്യക്ഷമാകലോടെയാണ്. മുൻപ് ഓഹോയിലെ റൈറ്റ് പാറ്റേഴ്സൺ എയർഫോഴ്സ് ബേസിലെ അതീവ രഹസ്യ സ്വഭാവമുള്ള UFO പ്രോഗ്രാമുകളിൽ നിർണായകമായ പങ്കുവച്ചിട്ടുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം. തൻ്റെ വീട്ടിൽ നിന്നും മൊബൈൽ ഫോണും വാലറ്റും ഉപേക്ഷിച്ച് ഒരു ഹാൻഡ് ഗൺ മാത്രം കയ്യിലെടുത്താണ് മാക്ലാൻഡ്സ് ഇറങ്ങിപ്പോകുന്നത്. ഇതിന് പിന്നാലെ നാസയിലെ പ്രമുഖ എയറോസ്പേസ് എഞ്ചിനീയറായ മോണിക്ക ജാസിൻഡോ റെസയും കാണാതായി. റോക്കറ്റ് എഞ്ചിനീയറിംഗ് ഉപയോഗിക്കുന്ന മോണ്ടലോ എന്ന ഭാവിയിലെ അതിശക്തമായ നിക്കൽ അധിഷ്ഠിത സൂപ്പർ അലോയ് ലോഹസങ്കരവുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങളിലൂടെ മോണിക്കയും മാക്ലാൻഡ്സും തമ്മിൽ പ്രൊഫഷണൽ ബന്ധം പുലർത്തിയിരുന്നതായി സൂചനകളുണ്ട്. എങ്കിലും ഇവർ തമ്മിലുള്ള ഔദ്യോഗിക ബന്ധങ്ങൾ ഇതുവരെ പൂർണ്ണമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. ബഹിരാകാശ ആണവ പ്രതിരോധ മേഖലകളിൽ രാജ്യം കാത്തുസൂക്ഷിക്കുന്ന അതീവ രഹസ്യ വിവരങ്ങളെ ചോർത്താൻ ഏതെങ്കിലും അന്താരാഷ്ട്ര ചാരസംഘടനകൾ ഈ ശാസ്ത്രജ്ഞരെ ലക്ഷ്യമിടുന്നുണ്ടോ
അതോ ഈ തിരോധാനങ്ങൾക്ക് പിന്നിൽ മറ്റ് ആഭ്യന്തര കാരണങ്ങളാണോ ഉള്ളത് എന്ന ഭീതിയിലാണ് നിലവിൽ അമേരിക്കൻ ഭരണകൂടം. അതീവ സുരക്ഷാ മേഖലകളിൽ ഉള്ളവർ തങ്ങളുടെ മൊബൈൽ ഫോണുകളിലെ വിവരങ്ങൾ പൂർണ്ണമായി മാച്ചുകളഞ്ഞും തിരിച്ചറിയൽ രേഖകൾ ഉപേക്ഷിച്ചും ദുരൂഹ സാഹചര്യങ്ങളിൽ ഇറങ്ങിപ്പോകുന്നത് ഒരു വലിയ അദൃശ്യ ശക്തിയുടെ ഇടപെടലിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അമേരിക്കയുടെ തന്ത്രപ്രധാനമായ ആഭ്യന്തര രഹസ്യങ്ങൾ ചോർത്താനും അവരുടെ ശാസ്ത്ര മുന്നേറ്റങ്ങളെ തടസ്സപ്പെടുത്താൻ ലക്ഷ്യമിട്ട് ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന വൻകിട ചാരസംഘടനകളോ ശത്രു രാജ്യങ്ങളോ ആണ് ഇത്തരം ആസൂത്രിത നീക്കങ്ങൾക്ക് പിന്നിലെന്നാണ് നിഗമനം. ഈ നിഗൂഢ നീക്കങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രധാന ശക്തികളായി അമേരിക്കൻ ഇൻ്റലിജൻസ് ഏജൻസികൾ സംശയിക്കുന്നത് ചൈന, റഷ്യ തുടങ്ങിയ തങ്ങളുടെ പ്രധാന ഭൗമ രാഷ്ട്രീയ എതിരാളികളെയാണ്. ചൈനയുടെ വിദേശ ചാര സംഘടനയായ മിനിസ്ട്രി ഓഫ് സ്റ്റേറ്റ് സെക്യൂരിറ്റിയും റഷ്യയുടെ വിദേശ രഹസ്യാന്വേഷണ വിഭാഗമായ SVRും കാലങ്ങളായി അമേരിക്കൻ സാങ്കേതിക വിദ്യകൾ ചോർത്താൻ ശ്രമിക്കുന്നവരാണ്. പ്രത്യേകിച്ച് റോക്കറ്റ് എഞ്ചിനീയറിംഗിൽ വിപ്ലവം സൃഷ്ടിക്കാൻ ശേഷിയുള്ള മോണ്ടലോയ് പോലെയുള്ള പുതിയ സൂപ്പർ അലോയ്സ് ലോകസംഘടനകളുടെ ഗവേഷണ വിവരങ്ങളും ആണവായുധങ്ങളുടെ സംഭരണശാലകളെക്കുറിച്ചുള്ള വിവരങ്ങൾ സ്വന്തമാക്കുവാൻ ഈ രാജ്യങ്ങൾക്ക് വലിയ താല്പര്യമുണ്ട്. സൈനികമായും സാങ്കേതികമായും അമേരിക്കയേക്കാൾ മുൻപിൽ എത്തിപ്പെടാൻ ശത്രു രാജ്യങ്ങൾ നടത്തുന്ന ഈ നിശബ്ദ യുദ്ധത്തിൻ്റെ ഇരകളാണ് ഈ ദുരൂഹ സാഹചര്യത്തിൽ അപ്രത്യക്ഷരായ ശാസ്ത്രജ്ഞർ എന്നും വിശ്വസിക്കുന്നവരുമുണ്ട്. ഇത്തരം ശാസ്ത്രജ്ഞരെ വലയിലാക്കാൻ വിദേശ ചാര സംഘടനകൾ പ്രധാനമായും ഉപയോഗിക്കുന്നത് ഹണി ട്രാപ്പ്, സാമ്പത്തിക പ്രലോഭനങ്ങൾ അല്ലെങ്കിൽ കടുത്ത ബ്ലാക്ക് മെയിലിംഗ് എന്നിവയാണ്. വ്യക്തിപരമായ സാമ്പത്തിക ബാധ്യതകളിൽ കുടുങ്ങിക്കിടക്കുന്ന ശാസ്ത്രജ്ഞരെയാണ് ചാരന്മാർ വേഗത്തിൽ ലക്ഷ്യമിടുന്നത്. കാണാതാകുന്നതിന് തൊട്ടു മുൻപ് മെലിസ കാസിയസിന് വലിയ സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടായിരുന്നതായും ഇതിൻ്റെ പേരിൽ അവർക്ക് ലാബിലുണ്ടായിരുന്ന ഉയർന്ന സുരക്ഷാ അനുമതി നഷ്ടപ്പെട്ടിരുന്നതായുമുള്ള റിപ്പോർട്ടുകൾ ഈ സംശയത്തെ ഒന്നുകൂടി ബലപ്പെടുത്തുകയാണ്. കടക്കണിയിലായ ശാസ്ത്രജ്ഞർക്ക് വലിയ തുക വാഗ്ദാനം ചെയ്ത് ഔദ്യോഗിക രഹസ്യങ്ങൾ വാങ്ങുകയോ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തെ അപായപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി അവരെക്കൊണ്ട് നിർബന്ധിതമായ ഡാറ്റ മായ്പിച്ചു കളഞ്ഞ് രഹസ്യ കേന്ദ്രങ്ങളിലേക്ക് മാറ്റുകയോ ചെയ്യുന്നതാണ് ഇവരുടെ ശൈലി. വിവരങ്ങൾ ചോർന്നുവെന്ന് അമേരിക്കൻ ഏജൻസികൾ മനസ്സിലാക്കുന്നതിന് മുൻപ് തന്നെ ശാസ്ത്രജ്ഞരെയും കൊണ്ട് അതിർത്തി കടക്കുവാൻ ഈ അന്താരാഷ്ട്ര ശൃംഖലകൾക്ക് സാധിക്കുന്നു. വിദേശ രാജ്യങ്ങളുടെ നേരിട്ടുള്ള ഇടപെടലുകൾക്ക് പുറമേ ഡാർക്ക് വെബ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര ക്രിമിനൽ സിൻഡിക്കേറ്റുകളും സ്വകാര്യ കോർപ്പറേറ്റ് ചാരന്മാരും ഇതിന് പിന്നിലുണ്ടെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. വൻകിട പ്രതിരോധ കമ്പനികൾ തമ്മിലുള്ള മത്സരത്തിൽ പുതിയ സാങ്കേതിക വിദ്യകൾ മോഷ്ടിക്കാൻ കോടിക്കണക്കിന് ഡോളറാണ് ഈ മാഫിയകൾ ലഭിക്കുന്നത്. UFO പ്രോഗ്രാമുകളിലും ബഹിരാകാശ ഗവേഷണങ്ങളിലുമുള്ള അതിരഹസ്യ വിവരങ്ങൾ വിപണിയിൽ വലിയ വിലയുള്ളവയാണ്. ഇത്തരം മാഫിയകൾ ശാസ്ത്രജ്ഞരെ തട്ടിക്കൊണ്ടുപോയി വിവരങ്ങൾ ശേഖരിച്ച ശേഷം അവരെ കൊലപ്പെടുത്തി വനമേഖലകളിലോ വിജനമായ സ്ഥലങ്ങളിലോ ഉപേക്ഷിക്കുന്നതായും സംശയിക്കുന്നു. മെലിസ കാസിയസിൻ്റെ മൃതദേഹത്തിന് സമീപം കണ്ടെത്തിയ തോക്കും അവരുടെ ഫോണിലെ വിവരങ്ങൾ മായ്ക്കപ്പെട്ടതും ഇതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ചുരുക്കത്തിൽ അമേരിക്കൻ ശാസ്ത്രജ്ഞരെ ലക്ഷ്യമിട്ടുണ്ടാകുന്ന ഈ നിഗൂഢ നീക്കങ്ങൾക്ക് പിന്നിൽ കൃത്യമായ അജണ്ടകളുള്ള അന്താരാഷ്ട്ര ചാര ശൃംഖലകളും ഭൗമ രാഷ്ട്രീയ താല്പര്യങ്ങളുള്ള ശത്രു രാജ്യങ്ങളുമാണ്. സ്വന്തം സാങ്കേതിക മുൻതൂക്കം നിലനിർത്താനും ആഗോളതലത്തിൽ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും ഈ ശക്തികൾ നടത്തുന്ന ക്രൂരമായ അടിയൊഴുക്കുകളാണ് ഇത്തരം തിരോധാനങ്ങൾക്ക് വഴിവെക്കുന്നത്. അമേരിക്കയുടെ FBI, CIA തുടങ്ങിയ ഉന്നത ഏജൻസികൾ ഈ കേസുകളിൽ അതീവ രഹസ്യമായ അന്വേഷണം നടത്തുന്നുണ്ട് എങ്കിലും ഡിജിറ്റൽ തെളിവുകൾ അവശേഷിപ്പിക്കാതെ ഇത്തരം പ്രൊഫഷണൽ ചാരന്മാരെ കണ്ടെത്തുക എന്നത് വലിയൊരു വെല്ലുവിളിയായി തുടരുകയാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.